ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതം ഇങ്ങനെ നിധിയോട് പറയാണ്, ഗൗതം ഞാൻ നിൻ്റെ ആഗ്രഹം നിറവേറ്റി തന്നു, നീ ഒരു ജോലിക്കാരിയെ വേണമെന്ന് ആവശ്യപ്പെട്ടു, അത് ഞാൻ ചെയ്തു. എന്നാൽ ഇനി എൻ്റെ ആഗ്രഹം നീ നിറവേറണം. എന്താ, എങ്ങനെ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞോടെ തന്നെ അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഗൗതം എന്ത് ചെയ്യുന്നു, അവിടെ ഇരിക്കുന്ന ഒരു ഫില്ലോ ഉണ്ടല്ലോ അതെടുത്ത് തൻ്റെ ടീഷർട്ടിൻ്റെ ഉള്ളിലോട്ട് വെക്കാനിട്ടാ. ഇതാ ഇങ്ങനെ 10 മാസം നീ എൻ്റെ കുഞ്ഞിനെ ചുമന്ന് അതിനെ എൻ്റെ കൈക്കുള്ളിൽ തരുന്ന ആരംഗം എന്ന് പറയുമ്പോൾ നിധിക്ക് ചിരി വരികയാണ് കേട്ടോ. അങ്ങനെ നിധി പറയണേ, എൻ്റെ ഗൗതം അതൊക്കെ സമയമാവുമ്പോൾ, സമയം ഇനി ആകാനില്ല എന്ന് പറയട്ടോ. ഇതേ സമയം കാണിക്കുന്നത് നിർമ്മലയാണ്. നിർമ്മല റൂമിൽ ചെന്നിരിക്കുകയാണ്. നിധി ആക്കി കൊടുത്ത റൂമായിരിക്കട്ടോ. അങ്ങനെ ആ റൂമിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ലൈറ്റിൻ്റെ അടിയിൽ ഒരു പേപ്പറിൽ ഇങ്ങനെ ഒരു ലെറ്റർ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ തന്നെ ആ പേപ്പറിൻ്റെ അടിയിൽ ഇങ്ങനെ അത് എടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ വായിക്കുകയാണ് നിർമ്മല. അപ്പോൾ അതിൽ നിധിയുടെ വരികളായിരിക്കട്ടെ. നിധി എഴുതിയിട്ടുണ്ടാവും, അമ്മ ഒരു തരത്തിലും സങ്കടപ്പെടേണ്ട, കുറച്ച് വിഷമങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നെങ്കിലും അമ്മയോട് നേരിട്ട് വന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അമ്മയുടെ മകനെ ഏത് സമയവും സദാസമയം ഇവിടെ ഇരുന്ന് കാണാം. അതിനിതാ ഭിത്തിയിലോട്ടൊന്ന് നോക്കുകയെന്ന് പറഞ്ഞിട്ട് നിധിയുടെയും ഗൗതമിൻ്റെയും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ ആയിരിക്കൂട്ട. അത് കാണുന്ന നിർമ്മലയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ നിർമ്മലയ്ക്ക് എഴുതിയിട്ടുണ്ടാവുക, അമ്മ കണ്ണ് തുറന്നാൽ കാണുന്ന കാഴ്ച ഈ പറയുന്ന നിങ്ങളുടെ മകനെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞിട്ട്. ഇത് കേൾക്കുന്ന നിർമ്മല എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ആ ഫോട്ടോ ചെന്ന് എടുക്കുകയാണ്. എന്നിട്ട് നിധി, നിന്നോട് എന്ത് നന്ദിയാണ് പറയേണ്ടതെന്ന് അറിയില്ല, എൻ്റെ പൊന്നു മോൻ എന്ന് പറഞ്ഞിട്ട് ഗൗതമിനെ ആ ഒരു ഫോട്ടോയിൽ നോക്കിയിട്ട് ഉമ്മ വെക്കാനിട്ടാ. അപ്പോഴാണ് പാറു അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. പാറുവിനെ കണ്ടവിടെ തന്നെ നിർമ്മല ബെഡിലോട്ട് ആ ഫോട്ടോ അങ്ങോട്ട് ഇടാണ്. ഇതേ സമയം പാറു പറയണേ, എന്താണ് നീ കാണിക്കുന്നത്, ആരെയാണ് നീ ഉമ്മ വെച്ചതെന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ വാങ്ങുമ്പോൾ, ഇപ്പോഴെന്തായി, ഞാൻ പറഞ്ഞത് തന്നെ സംഭവിച്ചില്ലേ, നീ നിൻ്റെ മകൻ എന്ന അവകാശം സ്ഥാപിച്ചെടുക്കാനല്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിർമ്മല പറയണേ, അങ്ങനെയൊന്നുമില്ല എൻ്റെ പാറു, നീ എന്നെ മനസ്സിലാക്കണം, ഞാൻ നിൻ്റെ ഫ്രണ്ട് അല്ലേ. എന്ത് ഫ്രണ്ടോ? ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് നിന്നെ കാണുന്നത് അറപ്പാണ് എനിക്ക്. സ്വന്തം മകനെ പെറ്റിട്ടിട്ട് അതിൻ്റെ കരച്ചിൽ ഇന്നും എൻ്റെ ചെവിയിൽ കിടന്ന് മുഴങ്ങുന്നു. അത് കേൾക്കുന്ന പാറുവിനോട് പറയാണ് നിർമ്മല, കഴിഞ്ഞത് കഴിഞ്ഞു, നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞ ഉടനെ, കഴിഞ്ഞത് നിനക്ക് കഴിയായിരിക്കും, നീ നിൻ്റെ മകനെ പെറ്റിട്ടപ്പോൾ നീ ഒരു കാര്യം ചിന്തിക്കണം, ഗൗതമിനെ പിന്നീട് എൻ്റെ കൈക്കുള്ളിലാണ് ഞാൻ വളർത്തിയത്, അവനെ പിന്നെ ഞാൻ സ്വന്തം മകനായി വളർത്തി. എന്നാൽ അവനെ 10 മാസം ഞാൻ എൻ്റെ വയറ്റിലിട്ടിട്ടില്ലെങ്കിലും അവനെ ഞാൻ വളർത്തി വലുതാക്കുമ്പോൾ ഒരുപാട് ദുരിതങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ അവഗണനയും ആട്ടും തുപ്പൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. വളർത്തുന്ന മകനല്ലേ എന്നുള്ളത്. പിന്നീട് ഞാൻ എൻ്റെ കുഞ്ഞിനെ അങ്ങനെ ഒരു കുറവില്ലാതെ സ്വന്തം മകനെ പോലെ ഞാൻ വളർത്തിയെടുത്തു. എന്നാൽ നീ എന്താ ചെയ്തത്, 10 മാസം വയറ്റിലിട്ടു എന്ന കഥയും പറഞ്ഞ് നിനക്ക് ഞാനൊരു കൂട്ടുകാരി എന്ന സ്ഥാനത്ത് നിന്നും എവിടുന്നോ എപ്പോഴോ ഒപ്പിച്ച ഈ ഗർഭം ഞാൻ നിന്നോട് ചോദിച്ചപ്പോൾ അതിൻ്റെ അച്ഛനാരെന്ന് ചോദിച്ചപ്പോൾ നീ അതിന് മറുപടി പോലും എന്നോട് പറയാതെ നീ തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയവളാണ്. എന്നിട്ട് ആ 10 മാസം പ്രസവിച്ച നൊന്ത് പ്രസവിച്ച ആ ചോരക്കുഞ്ഞിനെ നീ ആ ഓർഫനേജിൽ അങ്ങ് ഇട്ടെറിഞ്ഞ് പോകുമ്പോൾ നീ അതിനെക്കുറിച്ച് ഓർത്തോ? ഇപ്പോൾ വന്നിരിക്കുന്നു 30 വർഷത്തെ കഥയും പറഞ്ഞ് 30 വർഷങ്ങൾക്ക് ശേഷം മകനെ കാണണമെന്ന ആ ഒരു കഥയും പറഞ്ഞു വന്നിരിക്കുന്നു. ഇനി നീ ഇവിടെ നിൽക്കരുത്, ഇനി നീ നിൽക്കും തോറും എൻ്റെ സ്വസ്ഥത പോകും. അത് കേട്ട ഉടനെ നിർമ്മല പറയാൻ, പാറു ഞാനൊന്ന് പറയട്ടെ, നീ ഒന്നും പറയണ്ട, ഇനി അതവിടെ നിൽക്കട്ടെ. നിനക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ നിൻ്റെ മകനെ കാണാനുള്ള ആഗ്രഹം ഒരു അമ്മ എന്ന നിലയ്ക്ക് നിനക്ക് വന്നു എന്നിരിക്കട്ടെ. പക്ഷേ നീയും ഈ പറയുന്ന ഗൗതമും കൂടി റോഡിൽ വഴിയരികിൽ വെച്ച് കാണേണ്ടി വന്നല്ലോ. ആ സമയമെങ്കിലും നിൻ്റെ മകനാണെന്ന് അറിഞ്ഞപ്പോൾ നിനക്ക് തിരിച്ചു പോവായിരുന്നില്ലേ? നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? നീ എന്തിനാണ് ഇനിയും എൻ്റെ മകൻ്റെയും എൻ്റെയും കുടുംബം നശിപ്പിക്കുന്നത്? അതിന് മാത്രം തെറ്റൊന്നും ഞാൻ നിന്നോട് ചെയ്തിട്ടില്ല. എന്തിനാണ് ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിധി പറയാണ്, അത് നിധിയല്ല, നിർമ്മല പറയാണ്, അത് പാറുവിൻ്റെ തോന്നൽ മാത്രമാണ്. ഞാൻ ഒരിക്കലും നശിപ്പിക്കാൻ വന്നതല്ല. എൻ്റെ മകനെ ഒന്ന് കാണണമെന്ന് മനസ്സിൽ അതിയായൊരു ആഗ്രഹം, ആ ആഗ്രഹം തീർക്കാൻ വന്നതാണ്. അത് തന്നെയാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. നിൻ്റെ മകനെ നീ കണ്ടല്ലോ, റോട്ടിൽ വെച്ച് കണ്ടു. ആ കാണൽ കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇങ്ങോട്ടേക്ക് കയറി വരേണ്ട ആവശ്യം എന്താ? അപ്പം നീ അവകാശം സ്ഥാപിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ നിനക്കൊപ്പം നിൽക്കാത്തതിൽ നിൻ്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് നിന്നെ എനിക്ക് കാണും എൻ്റെ കൈകാലുകൾ വിറച്ച് എൻ്റെ മകനെ
സ്വന്തം അമ്മയില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിനുണ്ടാവുന്ന വേദന അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് തന്നെ പിടിവിട്ടു പോയത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ പറയുന്ന ശിവാനിയുടെയും വസുന്ധരയുടെയും മുന്നിൽ വെച്ച് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് ആ വിളിച്ചു പറച്ചിൽ കൊണ്ട് തന്നെ ഇപ്പോഴെന്താ ഉണ്ടായത്? ആ വിളിച്ചു പറച്ചിൽ കൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരു സംശയം വന്നില്ലേ, ഇനി നീ ഇവിടെ നിൽക്കരുത്, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സമനില തെറ്റും. അപ്പോൾ ഉടൻ തന്നെ നിർമ്മലയെ കരയാണ് കേട്ടോ. ഒരു കുറച്ച് ദിവസം ഞാൻ എൻ്റെ മകനെ ഒന്ന് കണ്ടോട്ടെ എന്ന് വെച്ച് ഞാൻ ഒരിക്കലും അവനെ എൻ്റെ മകനാണെന്നുള്ളത് സ്ഥാപിച്ചെടുക്കാൻ നിൽക്കില്ല. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ വീട്ടുവേല ചെയ്ത് എൻ്റെ മകനെ അകന്ന് നിന്ന് കണ്ടോളാം. നീ തന്നെ പാറു അവൻ്റെ അമ്മ, ഞാനല്ല അമ്മ, ഞാനത് പറയുന്നില്ല. നീ അങ്ങനെയൊക്കെ പറയും. ഇന്നിപ്പോൾ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി, നാളെ അതിലപ്പുറം ആഗ്രഹം തോന്നും. അത് കഴിഞ്ഞാൽ പിന്നീട് വേറെ ആഗ്രഹങ്ങളായിരിക്കും. അപ്പം ഞാൻ അവൻ്റെ അമ്മയല്ലെന്ന സത്യം അവന് തിരിച്ചറിയും. അതറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു മനസ്സിന് വരുന്ന വേദന എന്തെന്നറിയുമോ? അതുപോലെ തന്നെ ശിവാനി അറിഞ്ഞാൽ എന്താ ഉണ്ടാകുമോ എന്നറിയോ? അതുപോലെ യാമിനിയും പ്രണവും എൻ്റെ സ്വന്തം മക്കളാണെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് എൻ്റെ പൊന്നു മകനായ ഈ പറയുന്ന ഗൗതമിനെയാണ്. ഇനി നീ ഇവിടെ നിൽക്കത്, ഇപ്പം ഇറങ്ങണമെന്ന് പറഞ്ഞ് ഒരൊറ്റ തള്ളങ്ങ് നിർമ്മലയെ തള്ളണിട്ടാ. അപ്പോൾ ഉടൻ തന്നെ പാറു പ്ലീസ്, ഞാനിവിടെ ഒരു വേലക്കാരത്തിയുടെ റോളിൽ നിന്നോളാം, നീ എന്നെ തള്ളരുത്, എനിക്ക് ആരുമില്ല, എനിക്കിനി അഭയമില്ല, എനിക്ക് ആകെ ഒരു മകനെന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ. അല്ല എൻ്റെ മകനല്ല, നിൻ്റെ മകനെന്ന് പറയാൻ അവൻ മാത്രമേ ഉള്ളൂ, ഞാൻ അങ്ങനെ നിന്നോളാം. എന്ത് പറഞ്ഞാലും എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, നീ ഇറങ്ങണമെന്ന് പറയുമ്പോൾ പ്ലീസ് പാറു, ശരി 10 ദിവസം ഞാൻ നിനക്ക് ഇവിടെ നിൽക്കാൻ അനുമതി തരും, അത് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ നിനക്ക് അനുമതി തരില്ല, അത് കഴിഞ്ഞാൽ നീ ഇവിടെ നിന്നും ഇറങ്ങിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഉന്തങ്ങ് ഉന്തിയിട്ട് നിർമ്മല അവിടെ നിന്നും നിർമ്മലയുടെ അടുത്ത് നിന്നും പാറുവങ്ങ് പോവാണ് കേട്ടോ. ഇതേ സമയം നിധി ഇങ്ങനെ ഡോറിനരികിൽ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഈ പറയുന്ന പാറുവിനെ ആയിരിക്കും. പാറുവിനെ കണ്ട ഉടൻ തന്നെ എന്ത് ചെയ്യും, നിധിയുടെ കൈകൾ പിടിച്ച് വലിച്ചിട്ട് അങ്ങ് പോവാണ്. അപ്പോൾ ഉടൻ തന്നെ നിധി ചോദിക്കും, എന്താണ് എൻ്റെ ആൻറ്റി കാണിച്ചത്? നീ മിണ്ടരുത്, നീ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ നിൻ്റെ ഈ നാടകമുണ്ടല്ലോ, അത് മര്യാദക്ക് നിർത്തിക്കോ, നീ എന്തിനു വേണ്ടിയാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എൻ്റെ ആൻറ്റി ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പറയണം, ഞാൻ ഒരു കാര്യം പറയാം, ഒന്നെങ്കിൽ ഞാൻ ഈ വീട്ടിൽ അല്ലെങ്കിൽ നീ ഈ വീട്ടിൽ, ഏതാ വേണ്ടതെന്ന് നീ തീരുമാനിച്ചോ. 10 ദിവസം കഴിഞ്ഞാൽ അവൾ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ, ഏതെങ്കിലും ഒരാളെ ഈ വീട്ടിലുണ്ടാവുള്ളൂ. നീ നിർമ്മലയെ ഇവിടെ താമസിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് ഞാൻ ഉണ്ടാവില്ല എന്ന് പറയാനിട്ടാ. ഇതേ സമയം നിർമ്മലയാണെങ്കിൽ റൂമിലിരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി നിർമ്മല പൂജാമുറിയിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ്. ശരിയാണ്, കുറച്ച് ദിവസമേ ഉള്ളൂ, എങ്കിലും കൂടി എൻ്റെ മകന് ചായയും അതുപോലെ തന്നെ അവന് വേണ്ട ആ ഒരു ഇതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കണം, എൻ്റെ മകന് ചായയുമായി ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിർമ്മല എന്ത് ചെയ്യുന്നു, അടുക്കളയിലോട്ട് ചെല്ലാണ് കേട്ടോ. അടുക്കളയിൽ ചെന്നിട്ട് ഗൗതമിനും നിധിക്കും നല്ലൊരു കോഫി തന്നെ ഇടാണ്. എന്നിട്ട് അത് ഗ്ലാസ്സിൽ ആക്കിയിട്ട് ഇങ്ങനെ അവരുടെ റൂമിലോട്ട് പോകുമ്പോൾ ശിവാനി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനിയെ കണ്ടതായി ഭാവിക്കുന്നില്ല. അപ്പോൾ ഉടനെ ശിവാനി ചോദിക്കണ്ട്, ഡോ നീ എങ്ങോട്ടടി എന്ന് പറയണ്ട. അത് കേട്ടവിടെ തന്നെ ഈ നിർമ്മല ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്താ തനിക്ക് വിളി കേട്ടില്ലേ? ഞാനാണ് വിളിച്ചത്, ഇവിടെ ഞാനൊരുത്തി ഇരിക്കുന്നുണ്ടല്ലോ, എനിക്കില്ലാതെ ചായ നിങ്ങൾ എങ്ങോട്ടേക്കാ? അപ്പോൾ ഉടൻ തന്നെ നിർമ്മല പറയാണ്, അത് ഗൗതമിനാണ്. അപ്പോൾ ഈ വീട്ടിലെ മകനല്ലേ ഈ പ്രണവും ഈ പറയുന്ന പ്രണവിൻ്റെ ഭാര്യയായ ശിവാനിയും ഞങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലെ മരുമകളും മകനും അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ അവർക്കാണ് ഞാൻ ചായ ഇട്ടത്. ഞാൻ സത്യത്തിൽ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഗൗതം സത്യത്തിൽ നിങ്ങളുടെ സ്വന്തം മകനാണോ? അത് കേൾക്കുന്ന നിർമ്മല ആകെ ഞെട്ടിപ്പോവാണ്. ഈശ്വരാ, ഇവളെ എന്ത് ചോദ്യമാണ് ഈ ചോദിക്കുന്നത്? ഞാൻ മനസ്സിൽ ഒളിപ്പിച്ച് നടത്തിയിരിക്കുന്ന ആ ഒരു ചോദ്യം തന്നെ ഇവൾ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ ഒന്നും മിണ്ടലെന്ന് കാണുമ്പോൾ ശിവാനി വീണ്ടും ചോദിക്കുകയാണ്, സത്യത്തിൽ നിങ്ങൾ ഗൗതമിൻ്റെ ആരാണ്? പാറുവും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ? പാറുവും നിങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു സംശയം വന്നിരിക്കുന്നു. പാറുവും നിങ്ങളുമായി എന്തോ ഒരു ബന്ധമുണ്ട്, അത് തീർച്ചയാണ്. മര്യാദയ്ക്ക് എനിക്ക് മുന്നിൽ അത് വെളിപ്പെടുത്തണം എന്നുള്ള ആ ഒരു ഇതും കൂടി പറയുമ്പോൾ ഉടൻ തന്നെ പറയാണ്, അങ്ങനെയൊന്നുമില്ല, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? നിങ്ങളും ഗൗതമും തമ്മിലുള്ള ബന്ധം എന്താ? നിങ്ങൾ എവിടെ വെച്ച് ഗൗതമിനെ കണ്ടു? എങ്ങനെ ഗൗതമുമായി ഇങ്ങോട്ടേക്ക് വന്നു? എന്തിന് നിങ്ങൾ ഇവിടുത്തെ വീട്ടുവേലക്കാരിയായി? നിങ്ങൾക്ക് ഒരു അമ്മയുണ്ടാവില്ലേ? ഒരു അമ്മ, നിങ്ങളെ പ്രസവിച്ച അമ്മ, ആ അമ്മ എവിടെയാണ്? നിങ്ങൾ നാട് എവിടെയാണ്? നിങ്ങളുടെ അച്ഛൻ എവിടെയാണ്? നിങ്ങൾക്ക് മക്കളില്ലേ? നിങ്ങൾക്ക് ഭർത്താവില്ലേ? എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി ചോദിക്കുമ്പോൾ ഓരോ ചോദ്യവും തൻ്റെ നെഞ്ചിൽ തന്നെ തറക്കണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഞാൻ ഈ ചായ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞാൽ പോരെ, ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് നിർമ്മല പറയുമ്പോൾ, ശരി ഞാനിവിടെ കാത്തു നിൽക്കും, അത് ഓർക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ ഗൗതമിൻ്റെ നിധിക്ക് ആദ്യം ആ കോഫി കൊണ്ടു കൊടുക്കുക, അതിനുശേഷം ആവാം ബാക്കി ചോദ്യങ്ങൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ.